ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ചും വിഷ്വലൈസേഷനെക്കുറിച്ചുള്ള പല ആഡുകളും കാണാറുണ്ട്. അതിനുള്ള ക്ലാസ്സുകളെക്കുറിച്ചും വർക്ക്ഷോപ്പുകളെക്കുറിച്ചുള്ള ആഡുകൾ കാണാറുണ്ട്. നെഗറ്റീവ് വീഡിയോസ് കാണാറുണ്ട്. ഇതിനിടയിലൊക്കെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ എനിക്കിത് ശരിയാവുന്നില്ലല്ലോ, ഞാൻ 20 വർഷമായിട്ട് ഇത് ചെയ്യുകയാണ്, പക്ഷേ എനിക്കിത് ശരിയാവുന്നില്ല. എന്തുകൊണ്ട് നമുക്കിത് ശരിയാകുന്നില്ല? അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു പ്രതിഭാസം ഉള്ളത് തന്നെയാണ്, പക്ഷേ ഇത് എന്തുകൊണ്ട് നമ്മളിൽ നടക്കുന്നില്ല? നമ്മൾ എന്ന വ്യക്തി, ഞാൻ എന്ന വ്യക്തി പൂർണ്ണമായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറാതെ എത്ര വിഷ്വലൈസ് ചെയ്താലും നമുക്കിത് നടക്കില്ല. ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാകാൻ. ഖുറാനിൽ പറയുന്നുണ്ട് ഒരു ജനതയുടെ അവസ്ഥ അവർ തങ്ങളിലുള്ളത് മാറ്റുന്നത് വരെ അല്ലാഹു അത് മാറ്റുകയില്ല എന്ന്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരുത്തുകയാണ്. നമ്മുടെ മനസ്സിൽ ഒരു ദിവസം എന്തെല്ലാം ചിന്തകളാണ് കടന്നു പോകുന്നത്, അതിനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ദേഷ്യവും പകയും അസൂയയും നിരാശയും ഇതെല്ലാം കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുക. ഇത് തന്നെ ചിന്തിച്ച് വീണ്ടും അതിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുക. മൈൻഡ് സെറ്റ് പൂർണ്ണമായും മാറുക. നമ്മളിൽ കൂടുതൽ ആളുകളും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മയുണ്ടായാൽ അവൻ നശിക്കുന്നതും അവൻ അപകടം വരുത്തുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവൻ നശിക്കുമോ? ഇല്ല, അവൻ ഉയർന്നുകൊണ്ടിരിക്കും. നശിക്കുന്നതാരാ? നമ്മൾ തന്നെ. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ നാശവും പതനവും തകർച്ചയും ചിന്തിച്ചാൽ അത് നമ്മളിലേക്ക് തന്നെ വരികയാണ്. നമ്മുടെ ചിന്തകൾക്കാണ് ശക്തി. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് നമ്മളാവുന്നത്. അതിനൊരു സംശയവുമില്ല. ആദ്യം നമ്മൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം നമ്മൾക്ക് സാധിക്കുന്ന അത്ര പ്രാവശ്യം മനസ്സിനോട് ചോദിക്കണം, ഞാനിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? 50 പ്രാവശ്യമോ അതിൽ കൂടുതലോ തവണയോ ചോദിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെക്കുറിച്ച് ബോധം വരും. അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ട്രെയിൻ പോകുന്നത് പോലെ പോയി പഴയ കാലത്തിലെ ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും ചെറുപ്പത്തിലുണ്ടായ പ്രശ്നങ്ങളെയും എല്ലാം വലിച്ചുകൊണ്ടുവരും. ഇതെല്ലാം തന്നെ വീണ്ടും സംഭവിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അമ്മ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അപ്പൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്, ഇതെല്ലാം കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ഇത് തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ചിന്തിക്കും? നമുക്ക് തിരിച്ചുപോയി സംഭവിച്ചതൊന്നും ശരിയാക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. നമ്മളെ മാറ്റാൻ നമ്മൾക്ക് ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ജീവിതം ശരിയാക്കാൻ നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതിന് പഴയതിനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വെച്ചുകൊണ്ടിരുന്നാൽ ചൂടുള്ള കൽക്കരി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ്. അത് നമ്മൾക്ക് തന്നെയാണ് ദോഷം സംഭവിക്കുന്നത്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മൾ പഠിച്ച സ്കൂൾ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വാധീനം, ഇതെല്ലാം ഒത്തിരി നെഗറ്റീവ് ചിന്തകളും അനാവശ്യ വിശ്വാസങ്ങളും ഒക്കെ നമ്മളിൽ നിറച്ചിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായും മാറണം. നെഗറ്റീവ് ചിന്തയെ മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എപ്പോഴും ബോധത്തോടെ ഇരിക്കുക. അടുത്തത്, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഒരു ചെറിയ കാര്യത്തിന് പോലും നന്ദി പറയുക, അത് ഫീൽ ചെയ്യുകയും ചെയ്യുക. എപ്പോഴും ബോധത്തോടെ ഇരിക്കുക. എല്ലാത്തിനും എല്ലാവരോടും, ദൈവത്തോടും. ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുക. ഒന്നിലും നെഗറ്റീവ് കാണാതിരിക്കുക. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം. ഓരോ റീൽസും അടിയിലെ കമൻസ് നോക്കിയാൽ അറിയാം എന്ത് നെഗറ്റീവാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ വായിക്കുന്നത് കമൻസാണ്. അതുകൊണ്ട് നമ്മൾ എത്ര സന്തോഷിക്കുന്നു. നെഗറ്റീവ് കാണാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ പോയാൽ ആദ്യം വരുന്ന ചിന്ത, അതൊന്നും ശരിയാകാൻ പോകുന്നില്ല, അത് നടക്കത്തില്ല. ഇതിനെ എതിരായി ചിന്തിച്ച് നോക്കിക്കേ, ഇത് നടക്കും, ഇത് ശരിയാകും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നോക്കിക്കേ. പുറമേ പറയുക മാത്രമല്ല, അകത്തും ഉറപ്പിക്കണം. സംശയം ലേശമുണ്ടാവരുത്. ആ ഒരു സ്റ്റേജിൽ നമ്മുടെ മനസ്സിനെ മാറ്റണം. സ്നേഹിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുക. അവിടെ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാവും. നമ്മുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് മാറ്റിയിട്ട് വിഷ്വലൈസ് ചെയ്യുക. അവിടെ പ്രവർത്തനമുണ്ടാവും. ഗുഡ് ബൈ.